2001 പുറത്തിറങ്ങിയ ഡ്രാമ ബ്ലാക്ക് ഹ്യൂമർ ജേണറിലുള്ള ബോസ്നിയൻ ചലച്ചിത്രമാണ് നോ മാൻസ് ലാൻഡ്. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലുള്ള വീഡിയോകൾ കാണുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്യുക. കുറച്ച് പട്ടാളക്കാർ മൂടൽമഞ്ഞുള്ള അതിർത്തി പ്രദേശത്തു കൂടി വഴിതെറ്റി നടക്കുന്നു. അവർ ബോസ്നിയൻ പട്ടാളക്കാരാണ്. രാത്രി സേനയെ നയിച്ചിട്ടില്ലാത്തതിനാൽ ഇവിടെ ഇപ്പോൾ തങ്ങി നേരം വെളുക്കുമ്പോൾ നമുക്ക് പോകാമെന്ന് അവരുടെ തലവൻ പറയുന്നു. അയാൾ കുറച്ച് മുന്നോട്ട് പോയി സ്ഥലം നിരീക്ഷിക്കുന്നു. മറ്റു പട്ടാളക്കാർ അവിടെ ഇരിക്കുന്നു. ആ പൊട്ടന് നമ്മൾ എവിടെയാണെന്ന് ഒരു ധാരണയുമില്ല എന്ന് പറഞ്ഞ് പട്ടാളക്കാർ ബോസിനെ കളിയാക്കുന്നു. അവർ സിഗരറ്റ് വലിക്കുന്നു. അങ്ങോട്ടേക്ക് വന്ന് അവരെ വഴക്ക് പറഞ്ഞിട്ട് സിഗരറ്റ് അണയ്ക്കാൻ തലവൻ പറയുന്നു. ശത്രു സൈന്യം നമ്മളെ കണ്ടുപിടിക്കുമെന്നും പറയുന്നു. അവർ അതനുസരിക്കുന്നു. രാത്രി അവർ അവിടെ തമ്പടിക്കുന്നു. പിറ്റേന്ന് രാവിലെ നേരം പുലർന്നപ്പോൾ എല്ലാവരും എഴുന്നേൽക്കുന്നു. നമുക്ക് പോകാമെന്ന് തലവൻ പറയുന്നു. അവർ മുന്നോട്ട് പോകുന്നു. പെട്ടെന്ന് അവിടെ ഒരു ടാങ്കർ ഉയർന്നു വന്ന് വെടിവെക്കുന്നു. തലയ്ക്ക് വെടിയേറ്റ തലവൻ മരിക്കുന്നു. സെർബിയൻ പട്ടാളക്കാർ തുരുതുര വെടിവെക്കുന്നു. ബോസ്നിയൻ സംഘം അവിടെ നിന്നും ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. ഓരോരുത്തരായി വെടികൊണ്ട് മരിച്ചു വീഴുന്നു. രണ്ടുപേർ വെടികൊണ്ട് ട്രെഞ്ചിൽ വീഴുന്നു. അതിൽ ഒരാൾക്ക് ബോധമുണ്ട്, മറ്റേയാൾക്ക് അനക്കമില്ല. വന്നവർ ട്രെഞ്ച് തിരിച്ചു പിടിക്കാൻ വന്നവരാകാൻ സാധ്യതയില്ലെന്നും വഴിതെറ്റി വന്നതാകാനാണ് സാധ്യതയെന്നും സെർബിയൻ പട്ടാളക്കാർ പറയുന്നു. രണ്ടുപേരെ വിട്ട് കിടങ്ങ് നിരീക്ഷിക്കാമെന്ന് സെർബിയൻ കമാൻഡിംഗ് ഓഫീസർ പറയുന്നു. അയാൾ ക്യാമ്പിൽ പോയി പട്ടാളക്കാരെ നോക്കുന്നു. എനിക്ക് ധൈര്യമുള്ള രണ്ടുപേരെ വേണമെന്ന് പറഞ്ഞിട്ട് അതിൽ സീനിയർ ആയ ഒരാളെ തിരഞ്ഞെടുക്കുന്നു. കൂടെ വളരെ ജൂനിയർ ആയ ഒരാളെയും വിടുന്നു. അവന് തോക്ക് പിടിക്കാൻ പോലും അറിയില്ലെന്ന് പട്ടാളക്കാരൻ കമാൻഡിംഗ് ഓഫീസറോട് പറയുന്നു. നീ അവനെ കൊണ്ടുപോയി പഠിപ്പിക്കാൻ കമാൻഡിംഗ് ഓഫീസർ പറഞ്ഞിട്ട് അവരെ രണ്ടുപേരെയും ട്രെഞ്ചിലേക്ക് പറഞ്ഞു വിടുന്നു. വെയിൽ കണ്ണിൽ അടിക്കുന്നതിനാൽ ട്രെഞ്ചിനുള്ളിൽ കിടക്കുന്നവർക്ക് നിങ്ങളെ കാണാൻ പറ്റില്ല എന്ന് കമാൻഡിംഗ് ഓഫീസർ പറയുന്നു. നമ്മുടെ പട്ടാളക്കാർക്ക് വഴി തെറ്റിയെന്നും മേലുദ്യോഗസ്ഥനെ അറിയിക്കണമെന്നും ബോസ്നിയൻ പട്ടാളക്കാരും പറയുന്നു. ബോസ്നിയൻ പട്ടാളക്കാരൻ ട്രെഞ്ചിലൂടെ നടന്ന് മുന്നോട്ട് പോകുന്നു. അവിടെ നൂൽ കൊണ്ട് കെട്ടിവെച്ചിരിക്കുന്നത് കണ്ട് അയാൾ അവിടെ നിൽക്കുന്നു. ട്രെഞ്ചിനുള്ളിൽ തടി കൊണ്ട് കെട്ടിയുണ്ടാക്കിയ ഒരു റൂമുണ്ട്. അയാൾ കുറച്ചു നേരം പുറത്തിരുന്നിട്ട് സിഗരറ്റ് വലിക്കുന്നു. സെർബിയൻ പട്ടാളക്കാർ പുല്ലിലൂടെ ഇഴിഞ്ഞു നീങ്ങി ട്രെഞ്ചിനടുത്തേക്ക് പോകുന്നു. എന്തിനാണ് ഇങ്ങനെ പോകുന്നതെന്ന് ജൂനിയർ മുതിർന്ന പട്ടാളക്കാരനോട് ചോദിക്കുമ്പോൾ നമ്മളെ കാണാതിരിക്കാനാണെന്ന് പറയുന്നു. ബോസ്നിയൻ പട്ടാളക്കാരൻ ട്രെഞ്ചിനുള്ളിലെ മുറിയിലേക്ക് പോകുമ്പോൾ സെർബിയൻ പട്ടാളക്കാർ ട്രെഞ്ചിലേക്ക് ഇറങ്ങുന്നു. ജൂനിയർ മറിഞ്ഞു വീഴുന്നു. ശബ്ദം കേട്ട് ബോസ്നിയക്കാരൻ നോക്കുമ്പോൾ ട്രെഞ്ചിൽ സെർബിയൻ പട്ടാളക്കാരെ കാണുന്നു. അയാൾ തോക്ക് നോക്കുന്നു. എന്നാൽ അത് വളരെ അകലെയാണ്. അയാൾ മുറിക്കുള്ളിൽ കയറി കയ്യിൽ കരുതിയ കത്തിയുമായി ഒളിച്ചിരിക്കുന്നു. അപ്പോൾ അവിടെ സെർബിയൻ പട്ടാളക്കാർ എത്തുന്നു. ജൂനിയർ പട്ടാളക്കാരൻ അവിടെ കണ്ട തോക്ക് സീനിയറിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. തുടരുത്, അതെന്തെങ്കിലും കെണിയായിരിക്കുമെന്ന് സീനിയർ പറയുന്നു. അവർ മുന്നോട്ട് നീങ്ങുന്നു. ബോസ്നിയൻ പട്ടാളക്കാരൻ അവരെ വിടവിലൂടെ നോക്കുന്നു. സെർബിയൻ പട്ടാളക്കാർ അവിടെ നിന്ന് പോയപ്പോൾ ബോസ്നിയൻ പട്ടാളക്കാരൻ പുറത്തിറങ്ങി തോക്കെടുത്ത് മുറിയിൽ ഒളിച്ചിരിക്കുന്നു. തിരിച്ചു വന്ന സെർബിയൻ പട്ടാളക്കാർ അനക്കമില്ലാതെ കിടന്ന ബോസ്നിയൻ പട്ടാളക്കാരനെ എടുത്തുകൊണ്ട് വരുന്നു. അയാളെ തറയിൽ കിടത്തിയിട്ട് ശരീരത്തിനടിയിൽ കുഴി ബോംബ് വെക്കുന്നു. കൂട്ടാളികളെത്തി ബോഡി എടുക്കുമ്പോൾ ബോംബ് പൊട്ടിത്തെറിക്കുമെന്ന് സീനിയർ പറയുന്നു. അവിടെ തോക്ക് കാണുന്നില്ലെന്ന് ജൂനിയർ പറയുന്നു. പെട്ടെന്ന് ബോസ്നിയൻ പട്ടാളക്കാരൻ പുറത്തു വന്ന് രണ്ടുപേരെയും വെടിവെക്കുന്നു. സീനിയർ അപ്പോൾ തന്നെ മരിക്കുന്നു. ജൂനിയറിന് നേരെ തോക്ക് ചൂണ്ടുന്നു. ട്രെഞ്ച് എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിക്കുന്നു. പുറത്തേക്കാണെന്ന് അയാൾ പറയുന്നു. മറുവശം എങ്ങോട്ടാണെന്ന് ചോദിക്കുമ്പോൾ അറിയില്ലെന്നും പറയുന്നു. ബോസ്നിയൻ പട്ടാളക്കാരൻ പുറത്തേക്ക് പോകുന്നു. പകുതി എത്തിയിട്ട് അയാൾ തിരികെ വരുന്നു. എന്നിട്ട് മാപ്പ് എവിടെയെന്ന് ചോദിക്കുന്നു. മരിച്ച പട്ടാളക്കാരനെ തപ്പിയിട്ട് കിട്ടുന്നില്ല. തോക്ക് ചൂണ്ടി ജൂനിയറിനോട് പേഴ്സ് തരാൻ പറയുന്നു. എന്തിനാണെന്ന് അയാൾ ചോദിക്കുമ്പോൾ എന്റെ കയ്യിൽ തോക്കുണ്ട്, നിന്റെ കയ്യിൽ അതില്ല എന്ന് പറയുന്നു. അയാൾ പാന്റിന്റെ പോക്കറ്റിൽ നിന്നും പേഴ്സ് എടുക്കുന്നു. അതിൽ മാപ്പ് കിട്ടുന്നില്ല. ദേഷ്യപ്പെട്ട് നിന്റെ ഡ്രസ് അഴിക്കാൻ പറയുന്നു. എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ എന്റെ കയ്യിൽ തോക്കുണ്ട്, നിന്റെ കയ്യിൽ അതില്ല എന്നും പറയുന്നു. സെർബിയൻ പട്ടാളക്കാരനെ യൂണിഫോം അഴിപ്പിച്ചിട്ട് വെള്ളത്തുണി വീശി കാണിക്കാൻ ട്രെഞ്ചിന് പുറത്തേക്ക് വിടുന്നു. അയാൾ വെള്ളത്തുണി വീശി കാണിച്ചിട്ട് ട്രെഞ്ചിനുള്ളിലേക്ക് വരുന്നു. അയാളെ കണ്ട സെർബിയൻ പട്ടാളക്കാർക്ക് ആളെ മനസ്സിലാകാതെ വെടിവെക്കുന്നു. അവർ രണ്ടുപേരും ട്രെഞ്ചിനുള്ളിലെ മുറിയിൽ ഒളിച്ചിരിക്കുന്നു. നിന്റെ ആളുകൾ നിന്നെ വെടിവെക്കുന്നത് കണ്ടോ എന്നും നിങ്ങളാണ് യുദ്ധം തുടങ്ങിയതെന്നും ബോസ്നിയൻ പട്ടാളക്കാരൻ പറയുന്നു. അവർ രണ്ടുപേരും തമ്മിൽ തർക്കത്തിൽ ആകുന്നു. ഒടുവിൽ തോക്ക് ചൂണ്ടി സെർബിയൻ പട്ടാളക്കാരനോട് അത് സമ്മതിക്കാൻ പറയുന്നു. എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ എന്റെ കയ്യിൽ തോക്കുണ്ട്, നിന്റെ കയ്യിൽ അതില്ല എന്ന് വീണ്ടും ബോസ്നിയൻ പട്ടാളക്കാരൻ പറയുന്നു. വെടി നിർത്തിയപ്പോൾ അവർ മുറിക്ക് പുറത്തേക്ക് ഇറങ്ങുന്നു. അപ്പോൾ ബോസ്നിയൻ പട്ടാളക്കാരന്റെ കൂട്ടുകാരന്റെ ബോധം തെളിയുന്നു. സെറ, നിനക്ക് ജീവനുണ്ടോ എന്ന് ചോദിച്ച് ബോസ്നിയൻ പട്ടാളക്കാരൻ ചികി അങ്ങോട്ടേക്ക് ഓടിച്ചെല്ലുന്നു. എഴുന്നേൽക്കരുത്, നിന്റെ അടിയിൽ കുഴിബോംബ് വെച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. ബോംബ് നിർവീര്യമാക്കാൻ സെർബിയൻ പട്ടാളക്കാരനോട് ചികി പറയുന്നു. എനിക്കറിയില്ല, ഞാൻ ശ്രമിച്ചാൽ നമ്മളെല്ലാവരും ചാകുമെന്ന് സെർബിയൻ പട്ടാളക്കാരൻ പറയുന്നു. അവനെ കൊല്ലാൻ സെറ പറയുന്നു. ചികി സെറയ്ക്ക് വെള്ളം കൊടുക്കുന്നു. ആ സമയം സെർബിയൻ പട്ടാളക്കാരൻ തോക്കെടുത്ത് ചികിക്ക് നേരെ ചൂണ്ടുന്നു. ചികിയുടെ കയ്യിൽ തോക്ക് കളയാൻ പറയുന്നു. തോക്ക് കളഞ്ഞ ചികി ഇനി എന്ത് ചെയ്യണമെന്ന് ചോദിക്കുന്നു. വൈകുന്നേരം വരെ നമ്മൾ ഇവിടെ കാത്തിരിക്കുമെന്ന് സെർബിയൻ പട്ടാളക്കാരൻ പറയുന്നു. ചികി സിഗരറ്റ് വലിക്കുമ്പോൾ അതെനിക്ക് തരാൻ പറഞ്ഞിട്ട് സെർബിയൻ പട്ടാളക്കാരൻ സിഗരറ്റ് വലിക്കുന്നു. എനിക്ക് ഒരെണ്ണം തരാൻ ചികി പറയുമ്പോൾ ഇല്ല എന്ന് പറയുന്നു. എന്തുകൊണ്ടെന്ന് ചോദിക്കുമ്പോൾ നിന്റെ കയ്യിൽ തോക്കില്ല, എന്റെ കയ്യിൽ തോക്കുണ്ടെന്ന് പറയുന്നു. ബോസ്നിയക്കാരാണ് യുദ്ധം തുടങ്ങിയതെന്ന് ചികിക്ക് നേരെ തോക്ക് ചൂണ്ടി ചികിയെ കൊണ്ട് സെർബിയൻ പട്ടാളക്കാരൻ പറയിപ്പിക്കുന്നു. സെറ ഒരു സിഗരറ്റ് ചോദിക്കുമ്പോൾ സെർബിയൻ പട്ടാളക്കാരൻ അത് വായിൽ വെച്ച് കൊടുക്കുന്നു. സെറ അയാളെ പിടിച്ചു വെക്കുന്നു. ചികിയോട് തോക്കെടുക്കാൻ സെറ പറയുന്നു. ചികി തോക്കെടുക്കുന്നു. തോക്ക് തോളത്തിടാൻ സെർബിയൻ പട്ടാളക്കാരൻ പറയുന്നു. ചികി തോക്ക് തോളത്തിടുന്നു. നമ്മൾ രണ്ടുപേരും സമമായെന്ന് സെർബിയൻ പട്ടാളക്കാരൻ പറയുന്നു. സെർബിയൻ പട്ടാളക്കാരൻ തന്റെ ബാഗ് എടുത്ത് കുഴിബോംബ് മാറ്റി സെറയ്ക്ക് തലയിണയെ വെച്ച് കൊടുക്കുന്നു. ചികിയുടെ തോക്ക് അറിയാതെ താഴെ വീഴുമ്പോൾ ഞെട്ടിപ്പോകുന്ന രണ്ടുപേരും പെട്ടെന്ന് തോക്കെടുത്ത് പരസ്പരം ചൂണ്ടി നിൽക്കുന്നു. എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നു, ഇത് നിർത്തൂ എന്ന് സെറ പറയുന്നു. ഇനി എന്തെന്ന് ചിക്കി ചോദിക്കുമ്പോൾ എനിക്കൊരു ആശയം തോന്നുന്നു എന്ന് സെർബിയൻ പട്ടാളക്കാരൻ പറയുന്നു. രണ്ടുപേരും യൂണിഫോം അഴിച്ച് ട്രെഞ്ചിന് പുറത്തിറങ്ങി വെള്ളത്തുണി വീശി കാണിക്കുന്നു. ഇരു രാജ്യത്തെയും പട്ടാള തലവന്മാർ ആളെ മനസ്സിലാകാതെ സാധാരണക്കാർ ആണോ എന്ന സംശയത്തിൽ UN രക്ഷാസേനയെ വിളിക്കാൻ തീരുമാനിക്കുന്നു. വീണ്ടും അവർ ട്രെഞ്ചിനുള്ളിൽ വരുന്നു. സെർബിയക്കാരൻ ചികിയെ പരിചയപ്പെടാൻ പോകുന്നു. എന്റെ പേര് നിനോ, നിന്റെ പേരെന്താണെന്ന് ചോദിക്കുന്നു. നിന്റെ പ്രശ്നം എന്താണെന്ന് ചികി തിരിച്ചു ചോദിക്കുന്നു. നമ്മൾ രണ്ടുപേരും അടുത്ത യുദ്ധത്തിൽ നേർക്കുന്നവർ വെടിവെക്കാനുള്ളതാണെന്ന് പറയുന്നു. സെർബിയക്കാരൻ അവിടെ നിന്ന് പോയപ്പോൾ അവനിൽ ഒരു കണ്ണ് വേണമെന്ന് സെറ ചികിയോട് പറയുന്നു. UN റീജിയണൽ ഓഫീസിൽ മെയിൽ ലഭിച്ചതിനെ തുടർന്ന് അരിസോണ 2 മേലുദ്യോഗസ്ഥൻ വിളിക്കുന്നു. സാധാരണക്കാരാണോ പട്ടാളക്കാരാണോ എന്ന് ചോദിക്കുന്നു. പരിശോധിക്കണം എന്ന് അരിസോണ 2 പറയുമ്പോൾ സെറ ബ്രാവോ വെടിനിർത്തലിനെ കുറിച്ച് അറിയാമല്ലോ എന്നും മുകളിൽ നിന്നും അറിയിപ്പ് കിട്ടുന്നതുവരെ പോകണ്ട എന്നും കൺട്രോൾ റൂം ഉദ്യോഗസ്ഥൻ പറയുന്നു. നമ്മൾ എന്തിനാണ് ഇവിടെ ഇരിക്കുന്നതെന്നും യുദ്ധം തടയൽ ആണ് നമ്മുടെ ദൗത്യമെന്നും പറഞ്ഞ് അതിർത്തി
അതിർത്തിയിലെ UN പട്ടാളക്കാർ സംഭവ സ്ഥലത്തേക്ക് പോകുന്നു. അവർ സെർബിയൻ അതിർത്തിയിൽ ചെല്ലുന്നു. പട്ടാളക്കാരോട് സംസാരിക്കുന്നു. പട്ടാളക്കാർക്ക് ഇംഗ്ലീഷ് അറിയാത്തതിനാൽ അവർ വളരെ ബുദ്ധിമുട്ടി പറഞ്ഞു മനസ്സിലാക്കുന്നു. അവിടെ ബോംബില്ല എന്ന് പട്ടാളക്കാർ പറയുന്നു. ബോസ്നിയൻ പ്രതിരോധ നിരയോടും ബോംബ് വെച്ചിട്ടില്ല എന്ന് ഉറപ്പുവരുത്തുന്നു. ചികിയും സെറയും തമ്മിൽ എത്ര നാളത്തെ പരിചയമുണ്ടെന്ന് സെർബിയൻ പട്ടാളക്കാരൻ നിനോ ചോദിക്കുമ്പോൾ യുദ്ധം തുടങ്ങിയത് മുതലെന്ന് ചികി പറയുന്നു. നിനോയും മേലുദ്യോഗസ്ഥനും തമ്മിൽ എത്ര നാളത്തെ പരിചയമുണ്ടെന്ന് ചികി ചോദിക്കുമ്പോൾ എനിക്ക് അയാളുടെ പേര് പോലും അറിയില്ല എന്ന് നിനോ പറയുന്നു. നീ ബെഞ്ച ലൂക്കയിൽ നിന്നാണോ എന്നും എനിക്ക് അവിടെ ഒരു കാമുകി ഉണ്ടായിരുന്നു എന്നും ചികി പറയുന്നു. ചികിയുടെ കാമുകി നിനോയുടെ ക്ലാസ്മേറ്റ് ആയിരുന്നു എന്ന് നിനോ പറയുന്നു. UN ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് ക്യാപ്റ്റൻ ഡ്യൂബ വിളിക്കുന്നു. രണ്ടു കൂട്ടരും ഒരേ കാര്യം തന്നെ ആവശ്യപ്പെടുന്നു. എന്ത് ചെയ്യണമെന്ന് ചോദിക്കുന്നു. നിങ്ങളുടെ മേലുദ്യോഗസ്ഥരോട് ചോദിക്കാതെ എന്നോട് നേരിട്ട് ചോദിക്കുന്നത് എന്തിനാണെന്ന് കേണൽ സോഫ്റ്റ് ചോദിക്കുന്നു. അവരെല്ലാവരും ജനീവയിൽ സെമിനാറിന് പോയെന്ന് പറയുന്നു. UN അസംബ്ലിയുടെ അനുമതിയില്ലാതെ രണ്ടുപേർക്ക് മാത്രം വേണ്ടി എനിക്കിതിൽ ഒന്നും ചെയ്യാനില്ലെന്നും നമ്മുടെ പട്ടാളക്കാരുടെ ജീവൻ സംരക്ഷിക്കേണ്ടതുണ്ടെന്നും എപ്പോഴത്തെയും പോലെ രണ്ടു കൂട്ടർക്കും അംഗീകരിക്കാൻ പറ്റാത്തത് എന്തെങ്കിലും പറയാനും പറഞ്ഞ് കേണൽ കോൾ കട്ട് ചെയ്യുന്നു. UN പട്ടാളക്കാർ ട്രെഞ്ചിലെത്തി പരിശോധിക്കുന്നു. കിടക്കുന്ന ആളുടെ അടിയിൽ കുഴിബോംബുണ്ടെന്ന് മറ്റു രണ്ടുപേർ പറയുന്നു. കൺട്രോൾ റൂമിൽ നിന്നും കോൾ വന്ന ഉടനെ പട്ടാളക്കാർ ടാങ്കിനുള്ളിൽ പോയി സ്ഥിതിഗതി ശാന്തമാണെന്നും കുഴിബോംബ് വിദഗ്ധനെ വേണമെന്നും ആവശ്യപ്പെടുന്നു. നിങ്ങൾ ഉടനെ അവിടെ നിന്നും തിരികെ പോരണമെന്ന് മേലുദ്യോഗസ്ഥൻ പറയുന്നു. ദേഷ്യത്തോടെ പട്ടാളക്കാർ ട്രെഞ്ചിൽ ഇറങ്ങി കുഴിബോംബ് വിദഗ്ധൻ വരുമെന്നും നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്റെ ഒപ്പം വരാമെന്നും പറയുന്നു. നിനോ അവരുടെ കൂടെ പോകാൻ തയ്യാറാകുന്നു. ചികി അയാളോട് പോകരുതെന്ന് പറയുന്നു. അത് കേൾക്കാതെ പോകുന്ന നിനോയെ ചികി വെടിവെക്കുന്നു. UN പട്ടാളക്കാർ അവിടെ നിന്നും പോകുന്നു. വഴിയിൽ വെച്ച് മീഡിയ അവരെ തടയുന്നു. അവർ UN വയർലെസ് മെസ്സേജ് കേട്ടെന്നും കുഴിബോംബ് വിദഗ്ധനെ വിളിച്ചത് എന്തിനാണെന്നും ചോദിക്കുന്നു. ഒടുവിൽ സർജന്റ് മാഷെ മീഡിയ എല്ലാം അറിഞ്ഞെന്നും ഇടപെടണമെന്നും പറഞ്ഞ് മേലുദ്യോഗസ്ഥനെ വിളിക്കുന്നു. അവർ നടപടിയെടുക്കാമെന്ന് ഉറപ്പു പറയുന്നു. വെറും കാഴ്ചക്കാരായി നിന്നും അടുത്തു. യുദ്ധം ചെയ്യുന്ന ഭ്രാന്തന്മാരെ നിലക്കി നിർത്താനുള്ള കഴിവ് ഞങ്ങൾക്കുണ്ടെന്നും ഒന്നും ചെയ്യാതെ ഇരിക്കുന്നതാണ് പക്ഷാപാതപരമെന്നും ജേർണലിസ്റ്റിനോട് സർജന്റ് മാഷെ പറയുന്നു. ക്യാമറ നോക്കി പറയാമോ എന്ന് ജേർണലിസ്റ്റ് ചോദിക്കുമ്പോൾ ഞാൻ ഭ്രാന്തനായിരിക്കാം പക്ഷെ മന്ദബുദ്ധി അല്ല എന്ന് സർജന്റ് മാഷെ പറയുന്നു. ട്രെഞ്ചിൽ കിടക്കുന്ന സെറയ്ക്ക് ചൊറിയുമ്പോൾ ചികി ചൊറിഞ്ഞു കൊടുക്കുന്നു. അയാൾക്ക് ടോയ്ലറ്റിൽ പോകണമെന്ന് പറയുമ്പോൾ പാന്റിൽ മൂത്രമൊഴിക്കാൻ ചികി പറയുന്നു. അതല്ല ടോയ്ലറ്റിലാണ് പോകേണ്ടതെന്ന് പറയുന്നു. ചെയ്തോളാൻ ചികി വീണ്ടും പറയുന്നു. ടിവിയിൽ വാർത്ത വരുന്നു. UN കേണൽ അങ്ങോട്ടേക്ക് പോകാൻ തുടങ്ങുന്നു. അതിർത്തിയിൽ മറ്റു ചാനലുകാരും എത്തുന്നു. ട്രെഞ്ചിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിരുന്നതാണെന്ന് ജേർണലിസ്റ്റ് ജെയിൻ പറയുന്നു. നിങ്ങൾക്ക് ബോംബ് സ്ക്വാഡിന്റെ കൂടെ വരാമെന്ന് പറഞ്ഞ് സർജന്റ് മാഷെ പോകുന്നു. അതേസമയം ട്രെഞ്ചിനുള്ളിൽ സെറ തന്റെ പേഴ്സിൽ നിന്നും ഭാര്യയുടെ ഫോട്ടോ എടുത്ത് കാണിക്കാൻ ചികിയോട് പറയുന്നു. ചികി അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നീനോ തറയിൽ കിടന്ന് ചികിയുടെ കത്തിയെടുത്ത് ചികിയെ കുത്തുന്നു. UN രക്ഷാസംഘം അപ്പോൾ അങ്ങോട്ടേക്ക് എത്തുന്നു. അവരെ പിടിച്ചു മാറ്റുന്നു. സെറയോട് ഹെൽപ്പ് ഉടനെ വരുമെന്ന് പറയുന്നു. ക്യാപ്റ്റൻ ഡ്യൂബയും സംഘവും അങ്ങോട്ടേക്ക് എത്തുന്നു. സർജന്റ് മാഷയും ക്യാപ്റ്റൻ ഡ്യൂബയും പരിചയപ്പെടുന്നു. പത്രക്കാർ ക്യാപ്റ്റൻ ഡ്യൂബയുടെ ഇന്റർവ്യൂ ആവശ്യപ്പെടുന്നു. ഒരു നിമിഷമെന്ന് പറഞ്ഞ് ഡ്യൂബെ മാഷയോട് കാര്യങ്ങൾ തിരക്കുന്നു. കാര്യങ്ങൾ കുഴഞ്ഞു മറിഞ്ഞാണ് കിടക്കുന്നത്. അതുകൊണ്ടാണ് ഇടപെട്ടതെന്ന് മാഷയെ പറയുന്നു. ഒന്നും സംഭവിക്കില്ല, എന്തെങ്കിലും ഉണ്ടായാൽ നമ്മൾ ഇവിടെ നിന്ന് പോകുമെന്ന് ഡ്യൂബെ പറയുന്നു. അപ്പോൾ പത്രക്കാരോ എന്ന് മാഷ ചോദിക്കുമ്പോൾ അവരെല്ലാം പിടിക്കട്ടെ എന്നും നിനക്ക് അതല്ലേ വേണ്ടിയിരുന്നതെന്നും എല്ലാവരും മന്ദബുദ്ധികളാണെന്ന് കരുതിയോ എന്നും ചോദിക്കുന്നു. അവർ പത്രക്കാരെ കാണുന്നു. ബോംബ് സ്ക്വാഡ് വരുന്നുണ്ടെന്നും അതുവരെ ആരും ട്രെഞ്ചിൽ ഇറങ്ങരുതെന്നും അവർ പത്രക്കാരോട് പറയുന്നു. ബോംബ് സ്ക്വാഡ് അങ്ങോട്ടേക്ക് വരുന്നു. UN പട്ടാളക്കാർ മൃതദേഹങ്ങൾ മാറ്റുന്നു. പത്രക്കാരെല്ലാം കവർ ചെയ്യുന്നു. ജെയിൻ ചികിയുമായി ഇന്റർവ്യൂ ചോദിക്കുന്നു. എനിക്കിഷ്ടപ്പെടാത്തവരാണ് നിങ്ങളെന്ന് ചികി പറയുന്നു. നിനോയെ ഇന്റർവ്യൂ ചെയ്യാനുള്ള ശ്രമവും പാളിപ്പോകുന്നു. ചികി താഴെ കിടക്കുന്ന കത്തിയെടുത്ത് സോക്സിൽ ഒളിപ്പിക്കുന്നു. ബോംബ് സ്ക്വാഡ് എല്ലാവരെയും ട്രെഞ്ചിൽ നിന്ന് പുറത്താക്കുന്നു. ന്യൂസ് ചാനലുകാർ ലൈവ് കവർ ചെയ്യുന്നു. ചാനൽ അധികൃതർ കുഴിബോംബിൽ കിടക്കുന്ന ആളുടെ ബൈറ്റ്സ് എടുക്കാനും ക്ലോസപ്പ് എടുക്കാനും ജെയിനിനോട് പറയുന്നു. ഏറെ നേരത്തെ പരിശോധനയ്ക്ക് ശേഷം ബോംബ് നിർവീര്യമാക്കാൻ പറ്റില്ലെന്ന് കുഴിബോംബ് വിദഗ്ധൻ പറയുന്നു. അങ്ങോട്ടേക്ക് ഹെലികോപ്റ്ററിൽ UN കേണൽ എത്തുന്നു. അയാൾ പത്രക്കാരെ അഭിമുഖീകരിക്കുന്നു. നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നതെന്നും ഇതത്ര പ്രധാനപ്പെട്ട ദൗത്യമാണോ എന്നും പത്രക്കാർ ചോദിക്കുന്നു. എല്ലാ ദൗത്യവും ഞങ്ങൾക്ക് പ്രധാനപ്പെട്ടതാണെന്ന് കേണൽ പറയുന്നു. അതേസമയം ചികി ഡെഡ് ബോഡിയിൽ ഉണ്ടായിരുന്ന തോക്കെടുത്ത് ലോഡ് ചെയ്ത് പോക്കറ്റിൽ ഒളിപ്പിക്കുന്നു. ബോംബ് നിർവീര്യമാക്കാൻ പറ്റില്ലെന്ന് കുഴിബോംബ് വിദഗ്ധൻ പറഞ്ഞതായി ഡ്യൂബെ കേണലിനോട് പറയുന്നു. കാര്യങ്ങൾ പത്രക്കാർ അറിഞ്ഞാൽ മുഴുവൻ പ്രശ്നമാകുമെന്ന് കേണൽ പറയുന്നു. അപ്പോൾ അങ്ങോട്ടേക്ക് ബോംബ് വിദഗ്ധൻ എത്തിയിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നു. ട്രെഞ്ചിലേക്ക് പോയിട്ട് തിരക്കിലാണെന്ന് അഭിനയിക്കാൻ കേണൽ പറയുന്നു. എന്തോ പറയാൻ വന്ന അയാളോട് ഇതൊരു ഓർഡർ ആണെന്ന് പറഞ്ഞ് ട്രെഞ്ചിലേക്ക് വിടുന്നു. ഡ്യൂബെ പത്രക്കാരോട് ബോംബ് വിദഗ്ധൻ ബോംബ് നിർവീര്യമാക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നു. ചികി തന്റെ കയ്യിലെ കത്തി ഊരി നിലത്തെറിഞ്ഞിട്ട് തോക്ക് നിനോയ്ക്ക് നേരെ ചൂണ്ടിയിട്ട് എന്റെ കത്തി കൊണ്ട് എന്നെ തന്നെ കുത്തിയാണോ നീ നന്ദി കാണിക്കുന്നതെന്ന് നിനോയോട് ചോദിക്കുന്നു. നിനോ അടുത്തു നിന്ന പട്ടാളക്കാരന്റെ തോക്കെടുത്ത് ചികിയെ വെടിവെക്കാൻ പോകുന്നു. ചികി നിനോയെ വെടിവെക്കുന്നു. പട്ടാളക്കാരൻ ചികിയെയും വെടിവെക്കുന്നു. രണ്ടുപേരും മരിക്കുന്നു. പത്രക്കാർ എല്ലാം കവർ ചെയ്യുന്നു. കുഴിബോംബ് നിർവീര്യമാക്കിയെന്ന് ഡ്യൂബെ മാഷയോട് പറയുന്നു. കേണൽ പത്രക്കാരോട് സംസാരിക്കുന്നു. സ്ഥിതിഗതികളെല്ലാം നിങ്ങൾ കണ്ടതല്ലേ എന്നും ഒരാളുടെയെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിയുമോ എന്ന് ഞങ്ങൾ നോക്കട്ടെ എന്നും അയാൾ അതീവ ഗുരുതരാവസ്ഥയിലാണെന്നും പറയുന്നു. അയാൾ സംസാരിക്കാൻ പറ്റുന്ന അവസ്ഥയിൽ എത്തുമ്പോൾ പറയാമെന്നും പറയുന്നു. രാത്രി പത്രസമ്മേളനം വിളിച്ചിട്ടുണ്ട് എന്നും പറയുന്നു. എല്ലാവരും പോകുന്നു. മൃതശരീരങ്ങൾ ഹെലികോപ്റ്ററിൽ കൊണ്ടുപോകുന്നു. മാഷെ ട്രെഞ്ചിലേക്ക് നോക്കുമ്പോൾ അതിൽ സിറ കിടക്കുന്നു. ഞങ്ങൾ കുഴിബോംബ് വിദഗ്ധന്റെ സാധനങ്ങളാണ് മാറ്റിയതെന്ന് ഡ്യൂബെ പറയുന്നു. ഇയാളെ എന്ത് ചെയ്യണമെന്ന് മാഷെ ചോദിക്കുമ്പോൾ നിനക്ക് എന്തെങ്കിലും പരിഹാരമുണ്ടോ എന്ന് ഡ്യൂബെ ചോദിക്കുന്നു. നിങ്ങൾക്ക് ഇതിനുള്ള പാരിതോഷികം ലഭിക്കുമെന്ന് UN കേണൽ ഡ്യൂബെയോടും മാഷയോടും പറയുന്നു. ഇതെല്ലാം കേട്ടുകൊണ്ട് സിറ ട്രെഞ്ചിൽ കിടക്കുന്നു. തിരികെ പോകുന്ന കേണൽ PAയോട് പത്രക്കാരോട് എല്ലാവരും മരിച്ചതായി പറയാൻ
പറയുന്നു. രണ്ട് രാജ്യങ്ങളെയും വിളിച്ച് എതിർ രാജ്യക്കാർ ഇന്ന് രാത്രി ട്രെഞ്ച് കീഴടക്കുമെന്ന് പറയാൻ പറയുന്നു. കേണൽ സർജന്റിനോടായി നിങ്ങൾ ചിന്തിക്കുന്നത് എന്താണെന്ന് എനിക്കറിയാമെന്നും അത് ഇവിടെ ഒരു മാറ്റവും വരുത്താൻ പോകുന്നില്ലെന്നും പറഞ്ഞിട്ട് പോകാൻ പറയുന്നു. എല്ലാവരും പോകുന്നു. ട്രെഞ്ച് കവർ ചെയ്യേണ്ടേ എന്ന് ക്യാമറമാൻ ജേർണലിസ്റ്റ് ജെയിനിനോട് ചോദിക്കുമ്പോൾ വേണ്ട, എല്ലാ ട്രെഞ്ചും ഒരുപോലെയാണെന്ന് ജെയിൻ പറയുന്നു. ട്രെഞ്ചിൽ കുഴിബോംബിന്റെ മുകളിൽ സെറ എന്ത് ചെയ്യണമെന്ന് അറിയാതെ കിടക്കുന്നു. നോമാൻസ് ലാൻഡ് 2021 പുറത്തിറങ്ങിയ ഒരു യുദ്ധചിത്രമാണ്. ബോസ്നിയൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിലാണ് കഥ നടക്കുന്നത്. ബോസ്നിയൻ എഴുത്തുകാരനും സംവിധായകനുമായ ഡാനിസ് ടാനോവിച്ചിന്റെ ആദ്യ ചിത്രമാണ് ഇത്. ബോസ്നിയ, ഹെർസഗോവിന, സ്ലൊവേനിയ, ഇറ്റലി, ഫ്രാൻസ്, ബെൽജിയം, UK എന്നീ രാജ്യങ്ങളിലെ നിർമ്മാണ കമ്പനികൾ ചേർന്നാണ് ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. 2001 സെപ്റ്റംബർ 19 ഫ്രാൻസിൽ ചിത്രം വേൾഡ് പ്രീമിയർ ചെയ്തു. പിന്നീട് 2002 മികച്ച വിദേശ ഭാഷാ ചിത്രത്തിനുള്ള ഓസ്കാർ അവാർഡ് നേടി. ചിത്രത്തിൽ തോക്ക് സിംബോളിക്കായാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഗൺ പവർ അധികാരത്തെ കാണിക്കുന്നതിനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിന്റെ കയ്യിൽ തോക്കില്ല, എന്റെ കയ്യിൽ തോക്കുണ്ടെന്ന് ഇരു കഥാപാത്രങ്ങളും ഭീഷണിപ്പെടുത്തുന്നത് അധികാരവും കയ്യൂക്കും കൊണ്ട് അതില്ലാത്തവരെ വിധേയത്വത്തിലേക്ക് തള്ളിവിടുന്നതിനെ വളരെ മികച്ച രീതിയിൽ കാണിക്കുന്നുണ്ട്. യുദ്ധത്തിന്റെ അനിവാര്യത എന്തെന്നുള്ള ചോദ്യമാണ് ചിത്രം മുന്നോട്ട് വയ്ക്കുന്നത്. ബ്യൂറോക്രസിയുടെ കാപട്യം ചിത്രം വളരെ വ്യക്തമായി വരച്ചു കാട്ടുന്നു. മേൽത്തട്ടിലുള്ള ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയും സാധാരണക്കാരെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ മേൽത്തട്ടിലുള്ളവർക്ക് പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കുന്നില്ല എന്നും ചിത്രം കാണിച്ചു തരുന്നു. സമാധാന സംഘടനകളുടെ സത്യസന്ധതയും ചിത്രം ചോദ്യം ചെയ്യുന്നു. ചിത്രം വാണിജ്യപരമായി വിജയമാവുകയും നിരൂപക പ്രശംസ ഏറ്റുവാങ്ങുകയും ചെയ്തു. ബ്രാങ്കോ ജൂറിച്ച്, റെനെ ബിറ്റോറിയാക്, ഫിലിപ്പ് ഷൊവാഗോവിച്ച് എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. 2001 കാൻസ് ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച തിരക്കഥയ്ക്കുള്ള പുരസ്കാരം ചിത്രം കരസ്ഥമാക്കി. തുടർന്ന് 2002 74ാമത് അക്കാദമി അവാർഡ്സിൽ മികച്ച വിദേശ ഭാഷാ ചിത്രത്തിനുള്ള അവാർഡും കരസ്ഥമാക്കി. 2002 59ാമത് ഗോൾഡൻ ഗ്ലോബ്സ് അവാർഡ്സിലും മികച്ച വിദേശ ഭാഷാ ചിത്രത്തിനുള്ള അവാർഡ് കരസ്ഥമാക്കി. യൂറോപ്യൻ ഫിലിം അക്കാദമിയുടെ മികച്ച തിരക്കഥാ പുരസ്കാരവും ചിത്രം കരസ്ഥമാക്കി. ചിത്രം കാണാത്തവർക്ക് ആമസോൺ പ്രൈമിലും നെറ്റ്ഫ്ലിക്സിലും കാണാവുന്നതാണ്. ചിത്രത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. മറ്റൊരു ചിത്രത്തിന്റെ വിവരണവുമായി അടുത്ത വീഡിയോയിൽ കാണാം.